ഡിസംബർ 30 തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ. ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 41 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ തിരുവചനത്തിൽ ശ്രദ്ധിക്കേണ്ട വചനം 46 വചനമാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അതായത് ജെറൂസലം ദേവാലയത്തിലേക്ക് തീർത്ഥാടകരായിട്ട് യാത്ര ചെയ്തു വരുന്ന മാതാവും ഔസേപ്പിതാവും ദേവാലയത്തിലെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഈശോയെ കാണാതെ പോവുകയാണ്. പിന്നീട് അവനെ കണ്ട് കിട്ടുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. 44 വചനം ശ്രദ്ധിക്കണം. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ 1 ദിവസത്തെ വഴി പിന്നിട്ടു. അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം ഈശോയെ കണ്ടെത്തുകയാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഗലീലിയയിലെ നസ്രത്തിൽ നിന്നും യൂദയായിലെ ജെറൂസലമിലേക്കാണ് ഇവർ വരുന്നത്. ഏകദേശം 120 കിലോമീറ്റർ യാത്ര ചെയ്താണ് വരുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ട് തീർത്ഥാടനവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഉണ്ണീശോയെ കാണാതെ പോകുന്നത്. ശരിക്കു പറഞ്ഞാൽ മാതാവിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ അനുഭവമായിരുന്നിരിക്കണം അത്. കാരണം ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ ദുഃഖകരമായത് 2 അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ഔസേപ്പിതാവും മാതാവും കൂടെ നസ്രത്തിൽ നിന്നും ബേത്ലഹത്തേക്ക് യാത്ര ചെയ്യുക. ഇതിലും കൂടുതൽ ദൂരമുണ്ടായിരുന്നു. അവിടെ വന്ന് ഗർഭിണിയായ മറിയത്തോടു കൂടെ വന്നിട്ടാണ് ബേത്ലഹത്ത് ഈശോ ജനിക്കുന്നത്. അതിനുശേഷം മത്തായി സുവിശേഷകൻ പറയുന്നതനുസരിച്ച് പിന്നീട് ഈജിപ്തിലേക്ക്, വധഭീഷണി ഉണ്ടായിരുന്നപ്പോൾ ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ബേത്ലഹത്തേക്കുള്ള യാത്രയും ഈജിപ്തിലേക്കുള്ള യാത്രയും ക്ലേശപൂർണവും സങ്കടകരവുമായിരുന്നെങ്കിൽ പോലും അതിലുമൊക്കെ വളരെയേറെ ദുഃഖകരമായിരുന്നു ഇത്തവണത്തെ ജെറൂസലം യാത്ര, അതിനുശേഷമുള്ള തിരിച്ചുപോക്കൽ. കാരണം ഈശോയെ കാണാനില്ല. ഉണ്ണീശോയെ നഷ്ടപ്പെട്ടതിൻ്റെ വലിയ ദുഃഖത്തിലാണ് ഔസേപ്പിതാവും മാതാവും. ആ വലിയ ദുഃഖത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ വരുന്ന ഒരു വചനം ശ്രദ്ധിക്കണം. 49 വചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്തിന്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? അതായത് ഈശോയോട് ചോദിക്കുന്ന അമ്മയോട്, മാതാവിനോട് ഈശോ പ്രതികരിക്കുന്നത് പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടത്. ജെറൂസലം ദേവാലയത്തിൽ ഈശോ സ്വന്തം പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകുന്നു. അതായത് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മാതാവിൻ്റെ മുമ്പിലേക്ക് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. പെട്ടെന്ന് മാതാവ് ഓർക്കേണ്ടതും നമ്മൾ ഓർക്കുന്നതുമായ വചനം ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 32 വചനമാണ്. ഗബ്രിയേൽ മാലാഖ മാതാവിനോട് സന്ദേശം അറിയിക്കുമ്പോഴുള്ള വചനം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ ദൈവം, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്താണ് മാതാവിനോട് ഈശോ കണ്ടുകിട്ടിക്കഴിഞ്ഞപ്പോൾ പറയുന്ന ഈ വചനത്തിൻ്റെ അർത്ഥം ലളിതമാണ്. ഏറ്റവും വലിയ സങ്കടകരമായ ജീവിതാനുഭവത്തിൻ്റെ നടുവിലാണ് ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തൽ മാതാവിനും ഔസേപ്പിതാവിനും കിട്ടുന്നത്. ഈശോയെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വലിയ സങ്കടത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് ഈശോ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള വെളിപാടും ഓർമ്മപ്പെടുത്തലും ഒരിക്കൽ കൂടി അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ വന്നുപെടാവുന്ന സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വലിയ ക്ലേശങ്ങൾ, അതിൻ്റെ നടുവിൽ ദൈവിക വെളിപാടിനുള്ള സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. നിൻ്റെ ജീവിതത്തിലെ എല്ലാ നഷ്ടപ്പെടലുകളും, നിൻ്റെ ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങളും, നിൻ്റെ ജീവിതത്തിലെ എല്ലാ അന്വേഷണങ്ങളും തിരച്ചിലുകളും ഒരു സാധ്യതയാണ്. ദൈവികമായ ഇടപെടലിനും ദൈവികമായ വെളിപാടിനുമുള്ള അവസരങ്ങൾ തന്നെയാണ് ഇവയൊക്കെ. ഇത് ഓർമ്മയിൽ വെക്കുക. ഇത് ഓർമ്മയിൽ വെച്ചാലുള്ള ഗുണം, ജീവിതത്തിലെ സങ്കടങ്ങളിലും നഷ്ടപ്പെടലുകളിലും ദുഃഖങ്ങളിലും പരിഭ്രമിക്കാതിരിക്കാനായിട്ട് പറ്റും. ഏറ്റവും നല്ല ഉദാഹരണം ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ വർഷങ്ങളെന്ന് പറയുന്നത് 990 മുതൽ 92 വരെയുള്ള 2 വർഷത്തെ കാലമായിരുന്നു.
അതിനെക്കുറിച്ച് ജീവചരിത്രകാരന്മാരൊന്നും തന്നെ എഴുതിയിട്ടില്ല. കാരണം അദ്ദേഹം കൊർദോബ എന്ന് പറയുന്ന അവരുടെ ആശ്രമത്തിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു, ഒരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെയാണ് CNN എഡിറ്റർ ഈ കൊർദോബ ആശ്രമത്തിലേക്ക് പോവുകയും അവിടുത്തെ നാൾ വഴി എടുത്തിട്ട് അന്ന് അവിടെ ഹോർഹെ ബെർഗോളിയോ എന്ന് പറയുന്ന ഇന്നത്തെ ഫ്രാൻസിസ് പാപ്പായുടെ കൂടെ ജീവിച്ചിരുന്ന സഹസന്യാസികളെ കണ്ടെത്തുകയും അവരുമായിട്ട് അഭിമുഖം നടത്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ച് ലോകത്തിന് അറിവ് കിട്ടുന്നത്. അങ്ങനെ അഭിമുഖം നടത്തിയപ്പോൾ ബ്രദർ ലൂയി എന്ന് പറയുന്ന വൃദ്ധനായ ഈശോ സഭക്കാരൻ പറഞ്ഞു, അധികാരികൾ ബെർഗോളിയോയെ ഇങ്ങോട്ട് തട്ടുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ചുമതലയും അദ്ദേഹത്തിന് ഇവിടെ ഇല്ലായിരുന്നു. കുമ്പസാരം കേൾക്കുക മാത്രമായിരുന്നു ഒരേ ഒരു ജോലി. പരസ്യമായി കുർബാന ചൊല്ലാൻ പോലുമുള്ള അവസരമില്ലായിരുന്നു. അന്ന് ആ ആശ്രമത്തിലെ വീട്ടുജോലിക്കാരനായിരുന്നു സ്പിനാസി. അദ്ദേഹം ഇന്ന് പടുകിഴവനാണ്. സ്പിനാസി പറഞ്ഞു, എന്നും പതിവ് ശീലങ്ങളുടെ മനുഷ്യനായിരുന്നു ഹോർഹെ. ഒരേ ദിനചര്യയോടെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ആരംഭിക്കുക. സ്വന്തമായി ഉണ്ടായിരുന്ന 2 സെറ്റ് സോക്സുകളിൽ ഒരു ജോഡി എന്നും രാവിലെ അലക്കിയിടും. ഒരേ ഭക്ഷണം തന്നെയാണ് അദ്ദേഹം എല്ലാ ദിവസവും കഴിക്കുക. എന്നും രാവിലെ സ്ഥിരമായി അദ്ദേഹത്തെ ചാപ്പലിൽ കാണാൻ പറ്റും. അദ്ദേഹം ഏറെ സമയം ഏകാന്തതയിലും നിശബ്ദതയിലും ചെലവഴിച്ചിരുന്നു. കാരണം താൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അന്ന് ഫ്രാൻസിസ് പാപ്പായുടെ കൂടെ താമസിച്ചിരുന്ന കാർലോസ് എന്ന വൃദ്ധവൈദികൻ പറഞ്ഞു, ഹോർഹെ ആത്മീയ അന്ധകാരത്തിലൂടെ കടന്നു പോവുകയായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രി. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ തന്നെ ഒരു എഴുത്തുകാരനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അതൊരു ശുദ്ധീകരണത്തിൻ്റെ സമയമായിരുന്നു. ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കാതെ വരുന്ന അന്ധകാരം. അന്ന് ഞാൻ ഏറെ പ്രാർത്ഥിച്ചു, വായിച്ചു, കുറേയേറെ എഴുതി. അങ്ങനെ ഞാൻ അതിനെ അതിജീവിച്ചു. പിന്നീട് ഫ്രാൻസിസ് പാപ്പ ബോനോസ് അയേഴ്സിലെ മെത്രാപ്പോലിത്തായിരുന്ന കാലം. അന്ന് രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും രാജിവെച്ച് കഴിയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആശ്വാസത്തിനും ഉപദേശത്തിനുമായിട്ട് ബെർഗോളിയോയെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഉപദേശമുണ്ട്. നിന്റെ നാട് കടത്തൽ നീ ജീവിച്ചു തീർക്കണം, എങ്കിലേ കൂടുതൽ കരുണയോടെ തിരികെ വരാൻ നിനക്ക് കഴിയൂ, എങ്കിലേ കൂടുതൽ ആർദ്രതയോടെ പിന്നീട് നിന്റെ ജനത്തെ നിനക്ക് സേവിക്കാനാവൂ. അദ്ദേഹം രാഷ്ട്രീയക്കാരനോട് പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൽ നിന്നാണ് പറഞ്ഞത്. അതായത് സ്വന്തം വേദന, സ്വന്തം നാടുകടത്തൽ, സ്വന്തം ഒറ്റപ്പെടുത്തൽ ജീവിച്ചു തീർക്കണം, കൂടുതൽ കാരുണ്യത്തോടെ ജനത്തെ സേവിക്കാനായി വരാൻ. അങ്ങനെയാണ് ഹോർഹെ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ ജീവിച്ചു തീർത്തതും. അങ്ങനെയാണ് ഹോർഹെ ബെർഗോളിയോ ഇന്നത്തെ ഫ്രാൻസിസ് പാപ്പയായി രൂപാന്തരപ്പെട്ടതും. സമാനമായ അനുഭവത്തിലാണ് തിരുക്കുടുംബം നിൽക്കുന്നത്, മാതാവും ഔസേപ്പിതാവും നിൽക്കുന്നത്. സ്വന്തം പുത്രനെ, ഏകപുത്രനെ നഷ്ടപ്പെട്ടു പോയ ദുഃഖത്തിൻ്റെ നടുവിൽ, ആ ദുഃഖം ശരിക്കു പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തലിനുള്ള അവസരമായിട്ട്, ഈശോ ആരാണെന്നുള്ള വെളിപാടിൻ്റെ അവസരമായി മാറുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കുന്നു. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വെളിപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലുമായി ഏറ്റവും വലിയ ജീവിത സഹനം രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ തിരുക്കുടുംബത്തിൻ്റെ ഈ അനുഭവം കുടുംബത്തിൽ ജനിക്കുകയും കുടുംബമായി ജീവിക്കുകയും ചെയ്യുന്ന നമുക്കൊക്കെ തരുന്ന സന്ദേശം വ്യക്തമാണ്. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലും ദുഃഖവും നഷ്ടപ്പെടലും സങ്കടവും അതൊക്കെ ദൈവിക വെളിപാടിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും അവസരമായി മാറാം. അതുകൊണ്ട് തന്നെ മാതാവ് സമീപിച്ച ഒരു രീതിയുണ്ട്. അത് 51-ാമത്തെ വചനത്തിൽ കാണാം. അവൻ്റെ അമ്മയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ ദുഃഖകരമായ അനുഭവങ്ങളെയും സങ്കടങ്ങളെയും നൊമ്പരങ്ങളെയും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുക. അതിലൂടെ ദൈവിക വെളിപാടിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും അവസരങ്ങളായി നിൻ്റെ നൊമ്പരങ്ങളും സങ്കടങ്ങളും രൂപാന്തരപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ കുഞ്ഞുനാളിൽ നിൻ്റെ മാതാപിതാക്കളുടെ കൂടെ
മാതാവിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും കൂടെ ആയിരുന്ന സാഹചര്യത്തിലെ അവരുടെ ഏറ്റവും വലിയ സങ്കടത്തിൻ്റെ അനുഭവം ഈശോയെ നിന്നെ നഷ്ടപ്പെട്ട അനുഭവമായിരുന്നു. ആ നഷ്ടപ്പെടലിൻ്റെ അനുഭവം പിന്നീട് ഏറ്റവും വലിയ വെളിപാടിൻ്റെ അവസരമായിട്ട് മാറുകയാ. നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള വെളിപാട്. ഈശോയെ ഞങ്ങൾക്ക് തരുന്ന പാഠം ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഇതുപോലെ തന്നെ ദൈവിക ഇടപെടലിൻ്റെയും ദൈവിക വെളിപാടിൻ്റെയും അവസരങ്ങളാക്കി നീ മാറ്റിത്തരണമേ. ഈശോയെ അതിന് മാതാവ് അന്ന് പുലർത്തിയ മനോഭാവത്തോടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ നേരിടാനുള്ള കൃപ തരണമേ. ഞങ്ങൾക്ക് ഗ്രഹിക്കാനാകാത്തവയെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാനുള്ള മാതാവിൻ്റെ രീതി ഞങ്ങളിൽ നീ വളർത്തി തരണമേ, വളർത്തിയെടുക്കണമേ. ആമേൻ.